ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു മീൻ കറിയുടെ റെസിപ്പി നോക്കാം. നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചതച്ചത്. അത് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു മീഡിയം സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ചെറിയ 2 തക്കാളിപ്പഴം അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളിപ്പഴവും സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരണം. അടുത്തതായി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ചേർക്കുന്നില്ല. നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ തക്കാളിപ്പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് 1 കഷ്ണം തോട്ടുപുളിയാണ് ചേർക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 10 ചെറുള്ളിയും കൂടെ അരിഞ്ഞ് തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം മീനൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നോക്കാം. ഇപ്പം മീൻകറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി കറിയാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി വയ്ക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മീൻകറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും.